നമസ്കാരം. SNDP യോഗത്തിനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. BDJS BJPയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഏജൻസിയായി പ്രവർത്തിക്കുന്നു എന്ന് അദ്ദേഹം ആരോപിക്കുന്നു. SNDP നേതൃത്വം അത് പ്രോത്സാഹിപ്പിച്ചു. SNDPയെ BJPയിൽ കെട്ടാൻ ശ്രമം നടക്കുന്നുണ്ട്. ചാതുർവർണ്ണ വ്യവസ്ഥയിലേക്ക് SNDPയെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല. SNDP ചാതുർവർണ്ണത്തിന് പുറത്താണ്. ശ്രീനാരായണീയ ദർശനങ്ങളിൽ നിന്ന് അകലുന്ന SNDPയെ ശക്തമായി കേരളത്തിന്റെ പൊതുസമൂഹം വിമർശിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വത്വ രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കാൻ BJP ശ്രമിച്ചു. SNDPയുടേത് ഉൾപ്പെടെയുള്ള വോട്ടുകൾ അങ്ങനെയാണ് മാറിയത്. സ്വത്വ രാഷ്ട്രീയത്തെ വെള്ളം കടക്കാത്ത അറകളാക്കി RSS ആദ്യം മാറ്റി. പിന്നെയും അതിനെ വർഗീയവൽക്കരിച്ചു എന്നും ഗോവിന്ദൻ ആരോപിച്ചു. കോൺഗ്രസിന്റെ ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയം ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലീഗ്, SDPI, ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടാണ് UDFന്റെ ജയത്തിന് കാരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ കൂട്ടുകെട്ട് അപകടമാണ്. വർഗീയ പ്രസ്ഥാനങ്ങളെ തുറന്നുകാട്ടി മുന്നോട്ടു പോകാൻ ആകണമെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി SNDP വിഭാഗത്തെ കാവ്യവൽക്കരിക്കുകയാണ് BDJS ചെയ്യുന്നത്. വർണ്ണമില്ലാത്ത SNDP പ്രസ്ഥാനത്തെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ആലപ്പുഴയിൽ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശന്റെ ഭാര്യ നേരിട്ട് BJPക്കായി പ്രചാരണം നടത്തി. SNDP എടുക്കുന്ന വർഗീയ നിലപാടിനെ അതിശക്തമായി എതിർക്കണം. അതിനെ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ വേണം. തെറ്റായത് ഒന്നിനെയും വച്ചുപൊറുപ്പിക്കുന്ന പ്രസ്ഥാനമല്ല ഇടതുപക്ഷം. തിരുത്തേണ്ടതെല്ലാം തിരുത്തി മുന്നോട്ട് തന്നെ പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. തെറ്റുകൾ തിരുത്താൻ തയ്യാറായാൽ ആരെയും പാർട്ടിയുടെ ഭാഗമാക്കുമെന്ന് MV ഗോവിന്ദൻ പിന്നീട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞു. പത്തനംതിട്ടയിൽ BJP ബന്ധം ഉപേക്ഷിച്ച് കാപ്പ കേസ് പ്രതി ഉൾപ്പെടെ 62ഓളം പേർ CPMൽ ചേർന്നത് സംബന്ധിച്ച ചോദ്യങ്ങൾക്കാണ് അദ്ദേഹം മറുപടി നൽകിയത്. RSS തനി സ്വരൂപമുള്ളവരാണ് പാർട്ടിയിലേക്ക് വരുന്നത്. അവരെ കമ്മ്യൂണിസ്റ്റുകളാക്കാൻ സമയമെടുക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം പ്രാണൻ നൽകിയും വെള്ളാപ്പള്ളി നടേശനായി പോരാടുമെന്ന് SNDP നേതൃയോഗം പ്രമേയം പാസാക്കി. ഈഴവ സമുദായത്തിൻ്റെയും പിന്നാക്ക ജനവിഭാഗങ്ങളുടെയും പടനായകനാണ് SNDP യോഗം ജനറൽ സെക്രട്ടറിയും SN ട്രസ്റ്റ് സെക്രട്ടറിയുമായ വെള്ളാപ്പള്ളി നടേശൻ. സമുദായത്തിനു വേണ്ടി രക്തസാക്ഷിയാകാൻ പോലും മടിയില്ലാത്ത സമർപ്പിത മനസ്സുള്ള നേതാവാണ് അദ്ദേഹം. സമുദായത്തിൻ്റെ അവകാശങ്ങൾക്കായി അദ്ദേഹം നിരന്തരം അധികാര കേന്ദ്രങ്ങളോട് ഏറ്റുമുട്ടുന്നു. ഭരണകൂടവും രാഷ്ട്രീയ പാർട്ടികളും ഈഴവരടക്കമുള്ള പിന്നാക്ക വിഭാഗങ്ങളോട് പുലർത്തുന്ന അവഗണന തുറന്നുകാട്ടുന്നു. ന്യൂനപക്ഷങ്ങൾ അർഹതയില്ലാത്തത് തട്ടിയെടുക്കുമ്പോൾ ഒഴിവാക്കപ്പെടുന്നതും പിന്തള്ളപ്പെടുന്നതും ഈഴവരും തീയരും അടക്കമുള്ള പിന്നാക്ക വിഭാഗങ്ങളാണ്. ഇതിനെതിരെ 2ാം ഈഴവ മെമ്മോറിയൽ ആയിരുന്നു ജനറൽ സെക്രട്ടറിയുടെ വാക്കുകൾ. ഡോക്ടർ പൽപുവിൻ്റെ നേതൃത്വത്തിൽ ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതിന് സമാനമായ പ്രതികരണമാണ് ചില ന്യൂനപക്ഷ സംഘടനാ നേതാക്കളുടെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും ഭാഗത്തുനിന്നും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശന് പരിപൂർണ പിന്തുണ പ്രഖ്യാപിക്കുന്നതായും SNDP യോഗത്തിൻ്റെ കേരളത്തിന് പുറത്തുനിന്നുമുള്ള സംഘടനയുടെ ഭാരവാഹികൾ ചേർന്ന് അംഗീകരിച്ച പ്രമേയത്തിൽ പറഞ്ഞു.